അതിനാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി സമയം കണ്ടെത്തുന്നത് നിങ്ങളുടെ ക്ഷേമത്തിന് വളരെ പ്രധാനമാണ്. അതൊരാളാവട്ടെ, ഒരു പ്ലേസ് ആവട്ടെ, നമ്മുടെ ഒരു ഹോബി ആവട്ടെ, മറ്റെന്തുമാവട്ടെ, അതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. മറ്റുള്ളവർക്കത് മനസ്സിലാവണമെന്നില്ല, മറ്റുള്ളവരത് സമ്മതിച്ചു തരണമെന്നില്ല. പക്ഷേ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എപ്പോഴും മറ്റുള്ളവരുടെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഫോക്കസ് കൂടും. നിങ്ങളുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകളെ എടുത്തു കളയുക. നിങ്ങളുടെ സ്ട്രെസ്സും നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന വിശ്വാസങ്ങളും എല്ലാം അങ്ങ് എടുത്തു കളയുക. എന്നിട്ട് ക്ലിയർ യുവർ മൈൻഡ്. നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ഒന്നും നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മുടെ പാസ്റ്റ് മിസ്റ്റേക്കൊക്കെ അങ്ങ് വിട്ട് കളയുക. ചിലരൊക്കെ നമ്മൾ പണ്ടെപ്പോഴോ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് സങ്കടപ്പെട്ട് കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ അതിനോട് നമുക്കൊരു ഗുണവുമില്ല. അവ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ മുള്ളുപോലെ തറച്ചു നിന്ന് നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് വലിച്ചെടുക്കും, നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തും. നമുക്ക് ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നി തുടങ്ങും. സോ നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. ഇനി ഒരിക്കലും അത് സംഭവിക്കാതെ നോക്കുക. എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാനുള്ള പല സാഹചര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങളും കൂടി അതിന് റെഡി ആവണമെന്ന് മാത്രം. അതുപോലെ സന്തോഷങ്ങൾ എപ്പോഴും നമ്മളെ തേടി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. നിങ്ങൾ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫ് മാറി തുടങ്ങും.